അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പാവയ്ക്ക തീയലാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഇത് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പാവയ്ക്കയും ഒരു 10-15 കൊച്ചുള്ളിയും ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തീയലിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കുക. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒരു 1/4 പരുവം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴിപുളിയും ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇനി മറ്റൊരു പാനിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ കൊത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കയും കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക. പാവയ്ക്കതേ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. പാവയ്ക്ക ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്തത് കേട്ടോ. പാവയ്ക്ക തീയലാന്ന് വെച്ച് കയ്പുണ്ടാവുമെന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കല്ലേ. നല്ല പഴുത്ത തേങ്ങ നോക്കി എടുത്താൽ കയ്പ് ഒട്ടും അറിയില്ല. പകുതി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. തേങ്ങ ഒന്ന് ആറിയതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് വെള്ളം തൊടാതെ ഒന്ന് അരച്ചുകൊണ്ടുവരാം. പാവയ്ക്കയിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. നന്നായി വഴണ്ടതിന് ശേഷം ഞാൻ അരപ്പതിലേക്ക് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കറിയൊന്ന് വറ്റി വരണം. അങ്ങനെ കറിയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്കൊന്ന് താളിച്ചുകൂടി കൊടുത്താൽ പാവയ്ക്ക തീയൽ റെഡി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.